ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രിയ സുബലക്ഷ്മി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ അസം സന്ദർശനത്തിന് തുടക്കമായി. ഇന്ന് വൈകിട്ട് സോനിത്പൂർ ജില്ലയിലെ തേസ്പൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ അസം ഗവർണർ ഗുലാബ് ചന്ദ് കടാരിയ, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ കാസിരംഗ ദേശീയോദ്യാനവും കടുവ സങ്കേതവും പ്രധാനമന്ത്രി ഇന്ന് സന്ദർശിച്ചു. നാളെ ജോർഹട്ടിൽ നടക്കുന്ന പൊതുചടങ്ങിൽ 18,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അസം സന്ദർശനം പൂർത്തിയാക്കി നാളെ പ്രധാനമന്ത്രി പശ്ചിമബംഗാളിലെ സിലിഗുരിയിലെത്തും. ഇവിടെ വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തേക്കും. പശ്ചിമബംഗാളിൽ 4,500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. രാജ്യവികസനത്തിൽ സഹകരണ സംഘങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്നും അവയെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ദേശീയ സഹകരണ ഡാറ്റാബേസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് കോൺഗ്രസ്. 39 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ട പട്ടികയിലുള്ളത്. കേരളത്തിൽ നിന്നുള്ള 15 സ്ഥാനാർത്ഥികൾ ഇതിൽ ഉൾപ്പെടുന്നു. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, കണ്ണൂർ കെ സുധാകരൻ, വടകര ഷാഫി പറമ്പിൽ, വയനാട് രാഹുൽ ഗാന്ധി, കോഴിക്കോട് MK രാഘവൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂർ രമ്യ ഹരിദാസ്, തൃശൂർ K മുരളീധരൻ, ചാലക്കുടി ബെന്നി ബെഹനാൻ, എറണാകുളം ഹൈബി ഈഡൻ, ഇടുക്കി ഡീൻ കുര്യാക്കോസ്, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ട ആന്റോ ആന്റണി, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, തിരുവനന്തപുരം ശശി തരൂർ എന്നിവരാണ് കോൺഗ്രസിന് വേണ്ടി ജനവിധി തേടുക. എഴുത്തുകാരിയും വിദ്യാഭ്യാസ പ്രവർത്തകയുമായ സുധാമൂർത്തിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. നാമനിർദ്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം രേഖപ്പെടുത്തി. രാജ്യത്തെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാവരെയും ഏകീകരിക്കുന്ന ശക്തിയാണ് സംസ്കാരം എന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. തിരുവനന്തപുരം കോവളത്ത് നടന്ന രാജാനക പുരസ്കാരദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. കുടുംബശ്രീ ജീവനക്കാർക്ക് ഇനി ആർത്തവവേളയിൽ 1 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ആർത്തവകാലത്ത് സ്ത്രീകൾ നേരിടുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ടാണ് കുടുംബശ്രീ ഗവേണിംഗ് ബോഡി ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ നെല്ല് സംഭരിച്ച കർഷകർക്ക് രസീത് നൽകി 15 ദിവസത്തിനകം സംഭരണ തുക നൽകാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി GR അനിൽ. ഈ സീസണിൽ ഭൂമിയുടെയും തൂക്കത്തിന്റെയും പരിധിയില്ലാതെ നെല്ല് സംഭരണം ഉറപ്പാക്കും. KSFEയുടെ അംഗീകൃത ഓഹരി മൂലധനം 250 കോടി രൂപയാക്കി ഉയർത്തിയതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നിലവിലെ അംഗീകൃത മൂലധനം 100 കോടി രൂപയായിരുന്നു. യഥാർത്ഥ വായനയിലേക്കും തിരിച്ചറിവുകളിലേക്കും യുവജനങ്ങളെ കൊണ്ടുവരാൻ ലൈബ്രറികൾ ഉപയോഗിക്കണമെന്ന് മന്ത്രി R ബിന്ദു. സമാന്തര വിദ്യാഭ്യാസശാലകളാണ് ലൈബ്രറികൾ. വായനയുടെ സംസ്കാരം വരും തലമുറയ്ക്ക് പകർന്നുകൊടുക്കണം. വായനയിലൂടെയാണ് സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമൂഹം രൂപീകരിക്കപ്പെടുന്നതെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. 2024-25 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വിവിധ ചെറുകിട സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരുമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം. ഈ പലിശ നിരക്ക് ജൂൺ 30 വരെ തുടരുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. മീസിൽസ്, റുബെല്ല എന്നീ രോഗങ്ങൾ ചെറുക്കുന്നതിനുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയ്ക്ക് പുരസ്കാരം. മീസിൽസ് ആൻഡ് റുബെല്ല ചാമ്പ്യൻ അവാർഡാണ് രാജ്യത്തിന് ലഭിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്ന പ്രമേയവുമായി വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണത്തെ അഭിസംബോധന ചെയ്യുന്നതിനാണ് ഇത്തവണത്തെ ദിനാചരണം ശ്രദ്ധ ചെലുത്തുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. ഇന്ന് മഹാശിവരാത്രി. രാജ്യമെമ്പാടും ശിവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടക്കുന്നു. ഇന്ന് അർദ്ധരാത്രി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞാണ് ഔപചാരികമായി ബലിയിടൽ തുടങ്ങുക. കുംഭത്തിലെ അമാവാസി നാളായ ഞായറാഴ്ച വരെ ബലിതർപ്പണത്തിന് തിരക്കുണ്ടാകും. PM ജൻമൻ പദ്ധതിക്ക് കീഴിൽ കഴിഞ്ഞ 3 മാസങ്ങൾക്കിടെ 7,000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്ര സർക്കാർ. അതിദുർബല ഗോത്ര വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് PM ജൻമൻ അഭിയാൻ നടപ്പിലാക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള 5ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 255 റൺസിന്റെ ലീഡ്. 1ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് നേടിയ 218 റൺസ് പിന്തുടർന്ന് കളത്തിലിറങ്ങിയ ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 473 റൺസ് എന്ന നിലയിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.